ഹായ് പി എസ് സി ആസ്പിറൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പി എസ് സി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളവരായിരിക്കും. കാരണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പി എസ് സി എന്ന് പറയുന്ന ഒരു കൃത്യമായൊരു ജോബിൽ എത്തിപ്പെട്ടാൽ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒക്കെ കേൾക്കാൻ പറ്റും. വീട്ടിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും ജോലി ആയില്ലേ, അതുപോലെ ഒരുപാട് നാളുകൊണ്ട് പി എസ് സി പഠിക്കുന്ന വർഷങ്ങളായിട്ട് പഠിക്കുന്നവരുണ്ട്, നിനക്കൊക്കെ കിട്ടാൻ പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തും, കിട്ടുമോ ഇല്ലയോ, കിട്ടൂലായിരിക്കും, അങ്ങനെയൊക്കെ ഒരു തോട്ട് വരും. അതിൽ നിന്നൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ പറ്റൂ. പിന്നെ പി എസ് സി എന്ന് പറഞ്ഞ് പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഒരിക്കലും വർഷങ്ങളോളം പഠിക്കണമെന്നൊന്നുമില്ല. കറക്റ്റ് 6 മാസം അല്ലെങ്കിൽ 3 മാസം കൃത്യമായ സ്റ്റഡിയും കൺസിസ്റ്റൻസിയൊക്കെ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തോരം പേരെ നമ്മൾ കേൾക്കുന്നതാണ് യൂട്യൂബിൽ തന്നെ എടുത്താൽ. അപ്പം അതൊക്കെ കിട്ടും. അപ്പോൾ അത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് പഠിക്കണം. നമ്മൾ ഏതൊരു സിറ്റുവേഷൻ വന്നാലും തളർന്നു പോകാതെ പഠനം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ പേരും പി എസ് സി എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് കല്യാണം കഴിഞ്ഞ് കുട്ടികളായവരായിരിക്കും. ഒരുപാട് സ്ത്രീകളും ഇത് ആഗ്രഹിക്കുന്നത്. കാരണം ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയാലും നമ്മുടെ കുട്ടികൾക്കായാലും നമുക്കായാലും ഒന്ന് ആരെയും ആശ്രയിക്കാതെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് മുന്നോട്ട് പോകും. സോ സ്മൂത്തായിട്ട് പോകാൻ നമുക്കൊരു ജോലി അത്യാവശ്യമാണ്. പിന്നെ ഒരു സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു ജോലിയാണ് പി എസ് സി എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം ലീവായാലും സാലറി ആയാലും നമുക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സേഫ് ആയിരിക്കും ഈ ഒരു ജോലിയിൽ എത്തിപ്പെട്ടാൽ. രണ്ടാമത്തെ ഒരു ഗുണമുണ്ട്. പിന്നെ നമുക്ക് വരുന്നൊരു നെഗറ്റീവ് തോട്ടാണ്, എങ്ങനെ പഠിക്കണമെന്ന് ആർക്കും അറിയത്തില്ല. ബേസ് കിട്ടാനാണ് എല്ലാവർക്കും പാടെന്ന് പറയുന്നത്. ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ മുന്നോട്ട് സ്മൂത്തായിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ട് പഠിക്കുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം അവർ ഉറങ്ങുന്ന ടൈമെങ്കിലും നിങ്ങൾ കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുക. അവർ ഉറങ്ങുന്ന ടൈമായാലും അവർ കളിക്കുന്ന ടൈമായാലും നമുക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് ആ സമയം നമുക്ക് വേണ്ടിയും കൂടെ യൂട്ടിലൈസ് ചെയ്യുക. ഭാവിയിൽ അവർ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും നമ്മളടുത്ത് തിരിഞ്ഞ് ചോദിക്കാൻ പാടില്ല, എന്തുകൊണ്ട് അമ്മയ്ക്ക് പഠിച്ചുകൂടായിരുന്നോ. നമ്മളടുത്ത് അവരും ചോദിക്കും, നമ്മുടെ ഹസ്ബൻഡും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഒരു ടൈം ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരു ഭൂരിഭാഗവും, എനിക്ക് തോന്നുന്നു യൂട്യൂബിലെ വീഡിയോ കാണുന്ന ഭൂരിഭാഗവും പഠിക്കാനായാലും മോട്ടിവേഷൻ ആയാലും ഈ ഒരു 20-നും 35-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ. കാരണം അവർ അത്രയും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ സമൂഹത്തിൽ. അപ്പം നമ്മൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് നേടാൻ കഴിയുന്ന ഒരു സാധനമാണ് പി എസ് സി എന്ന് പറയുന്നത്. വലിയ സംഭവമൊന്നുമില്ല. കറണ്ട് അഫേഴ്സ് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്ക് കറക്റ്റായിട്ടും പഠിക്കുക. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്, നമ്മളെ സിലബസിൽ പറയുന്ന ടോപ്പിക്സ് വരുന്ന ചാപ്റ്റേഴ്സുകൾ കറക്റ്റായിട്ടും പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പഠിച്ചാൽ തന്നെയും ഒരുവിധം ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതുപോലെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്നും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു PYQ എങ്കിലും നിങ്ങൾ ഡെയിലി ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മുന്നേ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ ആ ക്വസ്റ്റ്യൻസ് ആയാലും ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ എവിടെന്നെങ്കിലും ടെസ്റ്റ് സീരീസ് ആയാലും നിങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എപ്പോഴും ഒരു നെഗറ്റീവ് തോട്ട് നമ്മളെ മനസ്സിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ, ഒരു എക്സാമിന് പോയി നമുക്കൊരു ആവറേജ് ഒരു 45 മാർക്ക് മാത്രമേ, ആ ഒരു 55-നും 45-നും ഇടയ്ക്കേ കിട്ടുന്നുള്ളൂ. പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കൊരു 30 കുറവാണ് കിട്ടുന്നത്. ഒരു എക്സാം എഴുതിയെന്ന് വെച്ചൊന്നും ഒരിക്കലും ആർക്കും കിട്ടാൻ പോകുന്നില്ല. അത്രയും അല്ലെങ്കിൽ അതിന് വേണ്ടി ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ കിട്ടിയെന്നിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്താതെ ഇനിയുള്ള എക്സാമിന് മുന്നോട്ട് പഠിച്ച് പോകണം. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞു, ബുക്ക് അടച്ചു വെച്ചു, അടുത്ത എക്സാമിന് പഠിക്കാൻ 2-3 മാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ പി എസ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. നമ്മളെല്ലാവരും ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോങ് ടൈമിലൊക്കെ നമ്മൾ സ്വപ്നങ്ങൾ കാണും. എനിക്ക് 2027 ഒരു PSC കിട്ടും. പക്ഷേ ഒരിക്കലും അങ്ങനെ ലോങ് ടൈം സ്വപ്നങ്ങളിലേക്ക് പോകാതെ നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് ഈ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു എക്സാം 2 മാസത്തിനകം വരും. അപ്പോൾ ആ എക്സാമിന് ഈ പഠിച്ചതിനോടൊപ്പം തന്നെ പഠിച്ചു പോയാലേ നമുക്ക് കിട്ടത്തുള്ളൂ എന്നൊരു ആ ഒരു തോട്ട് നമ്മൾ ഷോർട്ട് ടേം തോട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പോസിറ്റീവ് ചിന്തകളിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്ക് കാണുമ്പോഴത്തേക്കും ഇത്രയും പഠിക്കണോ, എനിക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ. ചില ചാപ്റ്റേഴ്സിൽ ഞാൻ പറയുന്നുണ്ട്, 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഉദാഹരണം വേണമെങ്കിൽ എടുത്തു നോക്കുക. 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അധിനിവേശവും ചെറുത്ത് നിൽപ്പുമെന്നാണെന്ന് തോന്നുന്നു. ആ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ സിലബസിൽ പോയിരുന്ന എന്തോരം ടോപ്പിക്കാണെന്നോ, 1857 സിലബസ് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
യൂറോപ്യന്മാരുടെ ആഗമനം, അതുപോലെ ആ ചാപ്റ്റർ തന്നെ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആധിപത്യം, ദത്തവകാശ നിരോധന നിയമം, സൈനിക സഹായ വ്യവസ്ഥ, 1857 വിപ്ലവത്തിലേക്കുള്ള കാരണങ്ങൾ, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ അനന്തരഫലങ്ങൾ തുടങ്ങിയ ഒരുപാട് കണ്ടൻറ്റ് ആ ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആരെക്കൊണ്ടും പറ്റില്ല. അപ്പം നമുക്ക് ടൈമും കുറവാണ്. ഇപ്പം നമ്മൾ വീട്ടിലെ കാര്യവും നോക്കി കുട്ടികളെ നോക്കുമ്പോൾ നമുക്ക് ടൈമും കുറവായിരിക്കും എന്നും പറഞ്ഞ് നമുക്ക് അത് പഠിക്കാൻ തോന്നത്തില്ല. പക്ഷേങ്കിൽ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഒരു ദിവസം നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ആ ഒരു ഭാഗം മാത്രം ആ ചാപ്റ്ററിൽ നിന്ന് എടുത്ത് പഠിക്കുന്നു. നെക്സ്റ്റ് ദിവസം സൈനിക സഹായ വ്യവസ്ഥ പഠിക്കുന്നു, ദത്തവകാശ നിരോധന നിയമം പഠിക്കുന്നു. നിങ്ങളെക്കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് മാത്രം ഓരോ ദിവസവും ചെറിയ കണ്ടൻറ്റ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ ഒരാഴ്ച കൊണ്ട് ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് ഏകദേശം ഇങ്ങനെ ഓരോ ആഴ്ച വീതം ഓരോ ചാപ്റ്റർ വെച്ച് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം SCRT കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. SCRT നിന്ന് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നമ്മളൊരു നോർമൽ മാർക്കിൽ നിന്ന് ആവറേജിൽ നിന്ന് മുകളിലോട്ട് പോകാൻ SCRTയും PYQവുമാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഉള്ള കറണ്ട് അഫേഴ്സ് ഇപ്പോൾ യൂട്യൂബിൽ നിന്നായാലും PDF നോട്ടൊക്കെ ഒരുപാട് ഇടുന്ന ചാനലുകളുണ്ട്. അപ്പോൾ നിങ്ങൾ പൈസ കൊടുത്ത് തന്നെ പഠിക്കണമെന്നൊന്നുമില്ല, നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഞാൻ പറയുന്നത് ഹിസ്റ്ററി അതുപോലുള്ള ജോഗ്രഫിയൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങളൊരു റാങ്ക് ഫയൽ എപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങുന്നവരാണെന്ന് ചിന്തിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും റാങ്ക് ഫയൽ യൂസ് ചെയ്യുക. അതുപോലെ SCRT NCERT ചാപ്റ്റേഴ്സ് പഠിക്കുക. അതിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് പറയാം. അപ്പോൾ ആ ഒരു ചാപ്റ്റേഴ്സ് പഠിക്കുക. അതല്ലാതെ പ്രധാനമായിട്ടും PYQ ഡെയിലി ചെയ്യുക. കറണ്ട് അഫേഴ്സ് യൂട്യൂബിൽ നിന്നായാലും ടെലഗ്രാം ചാനലിലൊക്കെ നോക്കിയാൽ ഡെയിലി കറണ്ട് അഫേഴ്സൊക്കെ ഇടും. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കുക. അതിന് ഏതൊക്കെയാണ് കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതെന്നുള്ളതും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.